ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദ സൈലൻറ്റ് ചൈൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓസ്കാർ അവാർഡ് വിന്നിംഗ് ആയിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിമാണ്. ഓക്കെ, ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ക്രിസ് ഓവർട്ടൺ ആണ്. ആൻഡ് ഇത് എഴുതിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വൈഫായിട്ടുള്ള റേച്ചൽ ഷെൻറ്റനാണ്. ആൻഡ് ഷീ ഈസ് വൺ ഓഫ് ദ മെയിൻ ക്യാരക്ടർ. അപ്പം കഥ തുടങ്ങുന്നത് നമുക്ക് ഫസ്റ്റ് സീനിൽ കാണാൻ പറ്റുക ജോവാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഷ്യൽ വർക്കർ ഒരു സൈക്കിൾ ഓടിച്ചിട്ട് വരുന്നതാണ്. ഈ ജോവാൻ എന്നുള്ള ക്യാരക്ടറാണ് റേച്ചൽ ചെയ്തിട്ടുള്ളത്. സോ റേച്ചൽ വരുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ്ലി ഡെഫായിട്ടുള്ള ഒരു കുട്ടിയെ എന്താ പറയുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. കുട്ടിയുടെ പേര് ലിബി എന്നാണ്. ഓക്കെ, അപ്പോൾ ലിബിയുടെ അമ്മ ജോവാന് പറഞ്ഞു കൊടുക്കുന്നത് ലിബി 3 വയസ്സ് തൊട്ട് തന്നെ ഡെഫാണെന്ന് 3 വയസ്സിലാണ് അവർ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ആൻഡ് അവർ പറയുന്നത് അവർക്ക് വേറെ അങ്ങനത്തെ ഡെഫ് റിലേറ്റീവ്സ് ഒന്നും ഇല്ല, അതായത് അപ്പോൾ ഇത് ജനറ്റിക് ഒന്നും അല്ല എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് ബട്ട് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ലിബിയുടെ അമ്മ പറയുന്നത് ലിബിക്ക് ലിപ്പ് റീഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ആക്ച്വലി സ്പീക്കിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും അവളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു എഫേർട്ടൊന്നും എടുക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ആക്ച്വൽ സത്യം. കാരണം അവർ പെട്ടെന്ന് സംസാരിക്കുന്നുണ്ട്. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ടൈം ഈ ലിബിയുടെ അമ്മ പോലും അവളെ ഫേസ് ചെയ്യാതെയാണ് സംസാരിക്കുന്നത്. ലൈക്ക് അവളുടെ ബാക്കിലൊക്കെ നിന്നിട്ടാണ് അവളുടെ അടുത്ത് സംസാരിക്കുന്നത്. കാരണം അപ്പോൾ ഒബ്വിയസ്ലി ആ കുട്ടിക്ക് ലിപ്പ് റീഡ് ചെയ്യാൻ പറ്റില്ല, മാത്രമല്ല ചെറിയ കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ആരും അവൾക്ക് എന്താ വേണ്ടത് എന്നുള്ളതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ശരിയാവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോവാൻ അവളെ ബ്രിട്ടീഷ് സൈൻ ലാംഗ്വേജ് പഠിപ്പിക്കാൻ തുടങ്ങും. അങ്ങനെ പഠിപ്പിക്കാൻ തുടങ്ങി അവൾ ചെറുതായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങും. ആൻഡ് അങ്ങനെ ഒരു ദിവസം അവൾ അവരുടെ ഡൈനിങ് ടേബിളിൽ അവർ ഫുഡ് കഴിക്കുന്ന സമയത്ത് സാധാരണ അവൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യുക പതിവ്, പക്ഷേ അന്ന് അവൾ സൈൻ ചെയ്യും ഓറഞ്ച് ജ്യൂസ് വേണം എന്നുള്ളത്. അവരുടെ സിബ്ലിങ്സ് ആയിട്ടുള്ള 2 പേരുണ്ട്, ഒരു ചേട്ടനും ഒരു ചേച്ചിയുണ്ട്. ആൻഡ് അവർ പിന്നെയും എന്താ പറയുന്നത് ഇവൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ കുറച്ചും കൂടെ ഒക്കെ അതിനെ അക്നോളജ് ചെയ്യുന്നുണ്ട്. കാരണം അവളെ ചേട്ടനാണ് പറയുക. അവൾ സൈൻ ലാംഗ്വേജ് ചെയ്യുമ്പോൾ ഇവർക്ക് മനസ്സിലാവുന്നില്ല അവളെന്താ ചോദിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അവളുടെ അച്ഛൻ ഓൾറെഡി പറയുന്നത് അവൾ വിശക്കുന്നുണ്ടാവും, ബട്ടർ എടുക്കുക എന്നാണ് പറഞ്ഞത്. ബട്ട് അവൾ ചേട്ടനാണ് പറയുക എനിക്ക് തോന്നുന്നു അവൾ ഓറഞ്ച് ജ്യൂസ് വേണമെന്നാണ് ചോദിച്ചതെന്നാണ്. ആൻഡ് അവർ എന്താ പറയുന്നത് ജോവാൻ ചെയ്യുന്ന വർക്കിനെയും അക്നോളജ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ ലൈക്ക് അച്ഛനും അമ്മയാണ് കംപ്ലീറ്റ്ലി ഈ കുട്ടിക്ക് എന്താ വേണ്ടേ എന്നുള്ളത് എന്താ പറയുന്നത് അറിയാത്തതും. മാത്രമല്ല എന്താ പറയുന്നത് അപ്പോൾ സൈൻ ലാംഗ്വേജ് അവർക്ക് പഠിക്കാൻ അതിനൊന്നുള്ള സമയമില്ല എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. ആൻഡ് ഈ അവളുടെ അമ്മ, അതായത് ലിബിയുടെ അമ്മ സ്യൂ എന്ന് പറയുന്നവർ അവർക്ക് എന്താ പറയുന്നത് ജോവാൻ ഓട്ടോമാറ്റിക്കലി സൈൻ ലാംഗ്വേജ് അവളെ പഠിപ്പിക്കുമ്പോൾ ജോവാനും ലിബിയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കൂടി വരികയാണ്. ആൻഡ് അവർ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് വരികയാണ്. ആൻഡ് ഒബ്വിയസ്ലി ഇവരുടെ ഭാഗത്തുനിന്ന് സൈൻ ലാംഗ്വേജ് പഠിക്കാനുള്ള യാതൊരു വിധത്തിലുള്ള എന്താ പറയുന്നത് മുന്നോട്ട് വന്നവർ ചെയ്യുന്നൊന്നുമില്ല. സോ ഷീ ഈസ് ഗെറ്റിംഗ് ഇൻസെക്യൂർഡ്. കാരണം തൻ്റെ മോൾക്ക് തന്നോട് അഫെക്ഷൻ ഇല്ല. കാരണം അവർ തമ്മിൽ അങ്ങനത്തെ ഒരു രീതിയിലുള്ളത് നടക്കുന്നില്ല. നേരെ മറിച്ച് ജോവാനുമായിട്ട് നല്ലൊരു ക്ലോസ് റിലേഷൻഷിപ്പ് വരുന്നുണ്ട്. സോ അത് അവരിലൊരു ഇൻസെക്യൂരിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് അവൾ സൈൻ ലാംഗ്വേജ് പഠിക്കണം എന്നില്ല. ആക്ച്വലി ലിബി ഭയങ്കര ആക്റ്റീവായിട്ടുള്ളൊരു കുട്ടിയാണ്, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്. അവൾ നന്നായിട്ട് പടം വരയ്ക്കും, കാര്യങ്ങളൊക്കെ ചെയ്യും. അവളുടെ പ്രായത്തിലുള്ള ഒരു കുട്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവൾ ചെയ്യും എക്സെപ്റ്റ് ഫോർ ഹിയറിങ്. അത് മാത്രമാണ് അവൾക്ക് ഇതുള്ളൂ. അപ്പം ജോവാൻ്റെ അഭിപ്രായ പ്രകാരം അവൾ സൈൻ ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾക്കൊരു ക്ലാസ് റൂം എയ്ഡ് സപ്പോർട്ട്സ് എക്സ്ട്രാ നമ്മൾ സ്കൂളിൽ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾക്ക് എല്ലാ കുട്ടികളും പോകുന്ന പോലെ തന്നെ അവൾക്ക് അവളുടെ ലേണിംഗ് അവളുടെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാമെന്നാണ് ജോവാൻ പറയുന്നത്. ആൻഡ് ഈവൻ ജോവാൻ ഓഫേഴ്സ് ടു ഹെൽപ്പ്, അതായത് ജോവാൻ ഇൻ്റർപ്രറ്ററായിട്ട് അവളുടെ കൂടെ പൊക്കോളാന്ന് വരെ പറയുന്നുണ്ട്. പക്ഷേ സ്യൂ അതിനെ കംപ്ലീറ്റ്ലി എതിരാണ്. സ്യൂ പറയുന്നത് അവൾക്ക് ലിപ്പ് റീഡിങ് മതി, അതാണ് ഏറ്റവും നല്ലത് എന്നാണ് ഞങ്ങൾക്ക് രണ്ടാക്കും തോന്നുന്നത്. ആൻഡ് ഷീ ഈസ് കംപ്ലീറ്റ്ലി അൺഅവെയർ ഓഫ് വാട്ട് ഹെർ ചൈൽഡ് നീഡ്സ്. അങ്ങനെ ഒരിക്കൽ ഇവർ ഈ പോളിൻ്റെ അമ്മയെ, അതായത് പോൾ എന്ന് പറയുന്നത് ലിബിയുടെ അച്ഛനാണ്, അപ്പോൾ അവരുടെ അമ്മയെ ഒരിക്കൽ സ്യൂ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ്. അപ്പോൾ ആ വഴിക്ക് കാറിൽ അവരുണ്ടാവും. അപ്പോൾ ഒരിക്കൽ ഇവരും ജോവാനും തമ്മിലൊരു കോൺവെർസേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടാവുകയാണ്. അപ്പോൾ ആ സമയത്ത് അവരാണ് എന്താ പറയുന്നത് ജോവാൻ്റെ അടുത്ത് പറയുന്നത്, അതായത് ലിബി ഈസ് ആക്ച്വലി പ്രൊഡക്റ്റ് ഓഫ് എക്സ്ട്രാ മാരിറ്റൽ അഫെയർ. ആൻഡ് ഈ ലിബിയുടെ ആക്ച്വൽ ബയോളജിക്കൽ ഫാദറിൻ്റെ ഫാദർ ഡെഫായിരുന്നു. ആൻഡ് അവരെന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി അൺഅവെയർ ഓഫ് വാട്ട് എന്താ പറയുന്നത് ഡെഫ്നെസ്സീസ് എന്നുള്ളതാണ്. അപ്പോൾ അവരും എന്താ പറയുക ജോലിയുടെ അടുത്ത് വയ്ക്കുന്നത് ഇവർക്ക് എപ്പോഴെങ്കിലും ഒരു ജോലിയൊക്കെ കിട്ടുമോ, കാരണം ഇവളുടെ അച്ഛൻ്റെ അച്ഛൻ ഡെഫായിരുന്നു, അയാളൊരു ക്ലീനറായിരുന്നു, ഇവളെന്തെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോൾ ജോവാൻ പറയുന്നുണ്ട് ഒബ്വിയസ്ലി അവൾക്ക് ഇഷ്ടമുള്ള എന്തിൽ വേണമെങ്കിലും അവൾക്ക് ജോലി ചെയ്യാൻ സാധിക്കും, അതൊന്നും കുഴപ്പമില്ല എന്നുള്ളത്.
സോ ബേസിക്കലി എല്ലാ അഡൾട്ട്സ് ഇൻ ദ മൂവി എക്സെപ്റ്റ് ഫോർ ജോൻ ഈസ് കംപ്ലീറ്റ്ലി അൺഅവെയർ ഓഫ് എന്താ പറയുന്നത് ഡെഫ്നെസ് ആൻഡ് കംപ്ലീറ്റ്ലി അൺഅവെയർ ഓഫ് വാട്ട് എ ഡെഫ് ചൈൽഡ് നീഡ്സ്. അവർക്ക് എന്താ പറയുന്നത് സ്യൂട്ടാവുന്നത് ഏതാണോ അതാണ് വഴികളാണ് തിരഞ്ഞെടുക്കുന്നത്. അവർക്ക് സൈൻ ലാംഗ്വേജ് പഠിക്കാൻ സമയമില്ല, അതുകൊണ്ട് കുട്ടി ലിപ്പ് റീഡിങ് പഠിച്ചാൽ മതി. മാത്രമല്ല അവർക്ക് ആ ഒരു കുട്ടിയുടെ നീഡ് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ബുദ്ധിമുട്ട്. അപ്പോൾ അധികം വൈകാതെ തന്നെ ജോനെ സ്യൂവും പോളും പറഞ്ഞു വിടും. കാരണം അവർ പറയുന്നത് എന്താ വെച്ചാൽ അവൾ എന്താ പറയുന്നത് സൈൻ ലാംഗ്വേജ് ബ്രിട്ടീഷ് സൈൻ ലാംഗ്വേജ് പഠിക്കണ്ട, അവൾ ലിപ്പ് റീഡിംഗ് ആണ് അവൾക്ക് ഏറ്റവും നല്ലത്. കാരണം ഈവൻ ജോൻ പിന്നെയും പറയുന്നുണ്ട് അവൾക്കൊരു ഇൻ്റർപ്രറ്റർ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് അവൾക്ക് സൈൻ ലാംഗ്വേജും ഒരു ഇൻ്റർപ്രറ്ററും ഉണ്ടെങ്കിൽ ഷി ക്യാൻ ഡു ഫൈൻ എന്നുള്ളത് അവർ പറയുന്നുണ്ട്. പക്ഷേ ജോൻ്റെ ഈ സജഷനൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളെ ഒരു നോർമൽ സ്കൂളിലേക്കാണ് അവർ വിടുന്നത്, രസ്യുവും പോളും കൂടെ. ആൻഡ് ദേ സേ ദാറ്റ് അവർക്കറിയാവുന്ന കുറച്ച് എന്താ പറയുന്നത് ഡെഫായിട്ടുള്ളൊരു കുട്ടി അവിടെ പോയിരുന്നു ആൻഡ് ഹി ജസ്റ്റ് ഡിഡ് ഫൈൻ എന്നാണ് അവർ പറയുന്നത്. സ്വന്തം മോൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് അവർ ആക്ച്വലി എന്താ പറയുക ആലോചിക്കുന്നില്ല. ആൻഡ് ലിബിയുടെ ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ അവൾക്കൊന്നും മനസ്സിലാവുന്നില്ല. കാരണം ടീച്ചർ സ്പീക്കിംഗ് ആസ് ഇഫ് ഷീ ക്യാൻ ഹിയർ. അത് മാത്രം. സോ അവൾ കംപ്ലീറ്റ്ലി ക്ലൂലെസ് ആണ് അവൾക്ക് ചുറ്റും എന്താ നടക്കുന്നതെന്നുള്ളത്. ആൻഡ് പിന്നെ നമ്മൾ ലാസ്റ്റ് സീനിൽ കാണുന്നത് ബാക്കി കുട്ടികൾ കളിക്കുന്ന സമയത്ത് അവളവിടെ ഒരു ചുമരിൽ ചാരി ഇങ്ങനെ നിൽക്കുന്നതാണ്. സോ അവളെ കാണാൻ വേണ്ടി ജോൻ വരും ഒരു ഗേറ്റിനപ്പുറത്ത് നിന്നിട്ട്. ആൻഡ് വെൻ അവർ വന്ന് നോക്കുമ്പോൾ ഇവളിങ്ങനെ എന്താ ചെയ്യേണ്ടതെന്നറിയാൻ നിൽക്കുകയാണ്. ആൻഡ് ലിബി ജോനെ കാണുന്ന സമയത്ത് ഐ ലവ് യു എന്ന് സൈൻ ലാംഗ്വേജിൽ ചെയ്യും. ആൻഡ് ജോൻ തിരിച്ച് അത് എന്താ പറയുന്നത് സൈൻ ലാംഗ്വേജ് ചെയ്യും. ആൻഡ് ആ സമയത്ത് ജോൻ കരയാണ്. കാരണം എന്താ വെച്ചാൽ അവർക്ക് മനസ്സിലാവേണ്ടത് അവൾക്ക് ലിബിക്ക് കമ്മ്യൂണിക്കേഷനും നടക്കുന്നില്ല, സപ്പോർട്ടും കിട്ടുന്നില്ല. ആൻഡ് ജോൻ ഒന്നും ചെയ്യാനും പറ്റുന്നില്ല. കാരണം എന്താ വെച്ചാൽ പേരൻസാണ് ലിബിയുടെ കേസിൽ അറ്റ്മോസ്റ്റ് അതോറിറ്റി എന്ന് പറയുന്നത്. ആൻഡ് അതോടെയാണ് ഷോർട്ട് ഫിലിമാണ്, 20 മിനിറ്റോടും അതോടാണ് പടം തീരുന്നത്. സോ അതിന് ലാസ്റ്റ് നമുക്കൊരു പബ്ലിക് സർവീസ് അനൗൺസ്മെൻറ്റ് പോലെ വരുന്നുണ്ട്. ഓൾമോസ്റ്റ് 90% ഡെഫ് ചിൽഡ്രനും ഉണ്ടാവുന്നത് ഡെഫ് അല്ലാത്ത പാരൻസിനാണ്. ആൻഡ് അതിൽ ഒരു 78% കുട്ടികൾ നോർമൽ സ്കൂൾസാണ് അറ്റൻഡ് ചെയ്യുന്നത്. സോ മോസ്റ്റ് ഓഫ് ദ ടൈം ഈ അച്ഛനും അമ്മയും ഡെഫ് അല്ലാത്ത സമയത്ത് അവർക്ക് എന്താ പറയുന്നത് ദേ കെൻ നോട്ട് അണ്ടർസ്റ്റാൻഡ് ദ ഫാക്ട് ദാറ്റ് വാട്ട് ദിയർ ചൈൽഡ് ആക്ച്വലി നീഡ്സ് എന്നുള്ളത്. അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രോപ്പർ സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ, കമ്മ്യൂണിക്കേഷനുള്ള പ്രോപ്പർ ഗൈഡൻസ് അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ദേ ക്യാൻ ഡു ഫൈൻ ആസ് എനി അതർ എന്താ പറയുന്നത് കിഡ് ഹു ക്യാൻ ഹിയർ എന്നുള്ളതാണ് പറയുന്നത്. അത്രയേ ഉള്ളൂ ഷോർട്ട് ഫിലിമിൻ്റെ സ്റ്റോറി.